അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ വീട് സന്ദർശിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വേദനാജനകമായ സംഭവമാണെന്നും സർക്കാർ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അമ്മയെ ഏൽപ്പിച്ചാണ് രഞ്ജിത പോയത്. അമ്മ ക്യാൻസർ ബാധിതയാണെന്ന് മന്ത്രി പറഞ്ഞു. നിയമപരമായി ചെയ്യേണ്ടതെല്ലാം ചെയ്യും. മൃതദേഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അധിക സമയം എടുക്കില്ല. തുടർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് തിരിക്കും. DNA ഫലം ലഭിക്കാൻ 72 മണിക്കൂർ എടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. അമ്മ ക്യാൻസർ രോഗബാധിതയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ രണ്ടും അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വാസ്തവത്തിൽ രഞ്ജിത ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും അമ്മയും കുടുംബത്തെ ചേർത്ത് പിടിച്ച് സ്വപ്നങ്ങളുമായിട്ട് പോയത്. അതുപോലെ സർക്കാർ സർവീസ് നമ്മുടെ ആരോഗ്യ പ്രവർത്തക കൂടിയാണ്. കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഓഫീസറായിരുന്നു രഞ്ജിത. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാകും. ആവശ്യമായിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും. പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് 10 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ SSLC, +2, ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ്, DMLT, ഹോട്ടൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ബാർടെൻഡിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ തൊഴിലെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പഠനത്തോടൊപ്പം സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ്, മികച്ച പ്രാക്ടിക്കൽ ലാബ്, പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ, മികച്ച ക്യാമ്പസ് സൗകര്യം, കലാകായിക മത്സരങ്ങൾ, സ്റ്റഡി ടൂർ, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 7025 302608, 8078 957505.